എങ്ങനെയാണ് ഒരു ജീവി മറ്റൊരു ജീവിയുമായി ഇണചേരാനും അതിലൂടെ തലമുറകളെ ഉണ്ടാക്കാനും പഠിച്ചത്? ഏകദേശം 385 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ കടലിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് മൈക്രോബ്രാച്ചിയസ് ഡിക്കി. ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവിയാണ് ആദ്യമായി ഇണചേരാനും അതിലൂടെ ഗർഭധരിക്കാനും തലമുറകളെ ഉണ്ടാക്കാനും പഠിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു റോബർട്ട് ഡിക്ക്. അദ്ദേഹം പഠനങ്ങൾ നടത്തുന്ന സമയത്താണ് ഒരു കല്ലിന്റെ ഉള്ളിൽ നിന്നും ഈ മത്സ്യത്തിന്റെ ഫോസിൽ കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു ഈ ജീവിയാണ് ഇണചേരൽ തുടങ്ങി വെച്ചത് എന്ന കാര്യം. 2014 വന്ന പഠനങ്ങളുടെ ശേഷമാണ് ശാസ്ത്രജ്ഞർ ഈ കാര്യം ഉറപ്പിച്ചത്. അതായത് ലൈംഗികതയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ ഈ ജീവിയെ വിളിക്കാം. ഒരുമിച്ച് നീന്തുന്ന ജീവികൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാവുന്നു. പലപ്പോഴും അവ ഡോസിഡോ കപ്പിൾ ഡാൻസിങ് പോലെ ആയിരിക്കും നീന്തിയിരുന്നത്. ഒരുപക്ഷെ ഹോർമോണുകൾ തന്നെയാവാം അതിനും കാരണം. തുടർന്ന് ആ